ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി, റൂമിന്റെ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി. നൈറ്റ് അതാണ് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും, ഫോണിൽ എടുക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ മദ്യത്തിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. കാരണം മദ്യം ഇഷ്ടംപോലെ എല്ലാ ഹോട്ടലുകളിലും, ചെറിയ ചെറിയ ഹോട്ടലുകളിൽ പോലും മദ്യം ഉണ്ടാവും. ഞങ്ങളുടെ ലെറ്റർ റൈറ്റാണ് ഗായ്സ്. അവിടെ ആരാണ് ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം ഹോട്ടലിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതൊക്കെ ഒരു ദുബായ് ഫീലില്ലേ ഗായ്സ്? ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് ടാറ്റു അടിക്കണ കടയും മദ്യ ഷോപ്പാണ്. ഇഷ്ടം പോലെ ഉണ്ട് മദ്യ ഷോപ്പ്. കുഞ്ഞു ഗായ്സ്, ഇവിടെയാണ് നമ്മ ഫുഡ് കഴിക്കാൻ കയറിയതാ. ഉച്ചക്കാലത്തെ ഫോണോ ഫൈബർ എന്ന് പറയല്ലേ, ഫുഡിന്റെ റേറ്റ് ഒരു രക്ഷയില്ല. ഇവിടെ മൊത്തത്തിലുള്ളതാണെന്ന് പറഞ്ഞത്. പക്ഷെ 350-400 രൂപ കുറഞ്ഞ് ഒരു ഫുഡും ഇവിടെ ഇല്ല. മീഡിയാണ് ഇഷ്ടംപോലെ സാധനങ്ങളുടെ കടകളുണ്ട്. അപ്പൊ നമ്മ നോക്കണ ഷർട്ട് ഡ്രസ് എടുക്കാൻ കയറി. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗോവയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഷർട്ട് എടുക്കുമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമ്മളും ഗോവനായി ഗൈസ്. മീൻസ് നമ്മ ഗോവയിലാണ് വന്നേക്കണം. അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ വേണം ട്രൈ ചെയ്യാനായിട്ട്. മുझे वो पसंद है. ജിൻസനും ഗോവനായി ഗൈസ്. വീഡിയോ ഒരു രക്ഷയില്ല ജിൻസ. എടാ നല്ല സണ്ടല്ലോ ഭയോ. ക്യാബ് का पैसा कितने? 250. ये अच्छा वाला कैब है, नहीं सुशांत नहीं ये ओके बहुत अच्छा वाला. इसमें देखो 100%. സോറി, ഇതിനകത്ത് 100% പേപ്പർ ഉണ്ട്. പേപ്പർ അല്ല, പണ്ടാറ പേപ്പർ. ഇയാളുടെ അലപ്പാണല്ലോ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഒരു ക്യാപ്പും കൂടി എടുത്തിട്ടുണ്ട്. भाई मेरा व्लॉग है भाई, ये मेरा व्लॉग है. हाय बोलो. हाय. Okay. Enjoy yourself. Thank you. Okay. जॉन मोहम्मद. John Mohammed from Kashmir. കാശ്മീർ से. Enjoy करो. താങ്ക് യു. ലിൻസ, ഇപ്പൊ എങ്ങനെയുണ്ട് തൊപ്പിയൊക്കെ ചെന്ന? താങ്ക് യു. ഞാൻ ഓൾറെഡി അടിപൊളിയാണെന്ന് അറിയാലോ. നാളെ തൊപ്പിയും വെച്ച് ഞാൻ ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു ഇറക്കുറങ്ങും മോനെ. ഫുൾഡേ ഗോവ അങ്ങനെ ഇളക്കി മറിച്ച് താർത്ത് ഞാൻ ഒരു അലപ്പായികളായി ഗൈസ്. അപ്പൊ നമ്മള് വേറൊരു കടയിൽ കയറിയത് ഫുള്ള് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. പിന്നെ ബാഗ് ഇഷ്ടംപോലെ ഇത് ഫുള്ള് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. നമ്മ ചോദിച്ചപ്പോ ഇത് ഫുള്ള് ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് പറഞ്ഞേക്കണം. ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ്. ഹാൻഡ് മെയ്ഡ്. Yeah, this all handmade. All of this is handmade. All handmade. Where is making? This making my cousin uncle also is all from Kashmir stuff. All Kashmir stuff. Yeah, all Kashmir stuff. Your family is making this? No, my uncle making also. Yeah, uncle, my brother, and this guy making also. Okay. This making. Okay, thank you. Welcome, sir. ഗായ്സ്, അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി. അത് നല്ല രസമുണ്ട്. ഹാൻഡ് മെയ്ഡ് ആണ് ഫുള്ള്. നമ്മൾ അടച്ചിട്ട് വില ഒന്നും തേച്ചില്ല. കാരണം കണ്ടാലറിയാം ഹാൻഡ് മെയ്ഡ് ആണ്. അതിന്റെ കഷ്ടപ്പാടുണ്ടാവും. നമ്മ ഈ ഡ്രസ്സൊക്കെ മേടിക്കാൻ നടക്കണമല്ല, അതിനൊക്കെ അധികം വില വേഷം ശരിയല്ല. അതുകൊണ്ട് ഞാൻ വില തേച്ചില്ല. അത് പറഞ്ഞ എമൗണ്ട് കൊടുത്താണ് മേടിച്ചു. അധികമൊന്നും ആയില്ല, 100-150 ആ റേഞ്ചൊക്കെ ഉള്ളൂ. സോ മാരക വില ഒന്നും പറഞ്ഞില്ല അങ്ങനെ വില പേശാനായിട്ടുള്ള. പിന്നെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്ക് അമ്മ അങ്ങനെ വില പേശാൻ ശരിയില്ല. കാരണം ഞങ്ങളും എന്തെങ്കിലും ഇതുപോലെ മുമ്പ് ഓല മറ്റേ സാധനങ്ങളൊക്കെ ചെയ്യണതാണ്. അപ്പൊ നമുക്കറിയാം അതിന്റെ പിന്നിലുണ്ടാകുന്ന കഷ്ടപ്പാട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ വില പേശില്ല, ഒരിക്കലും വില പേശില്ല. ഇതിന്റെ കഷ്ടപ്പാട് അറിയുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും വില പേശില്ല. നമ്മളിന് തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഷോപ്പിംഗ് ചെയ്തത് കൊച്ചിന് മറ്റേ കടയിൽ നിന്ന് മേടിച്ചതാണ്ട ഒരു ഡ്രിങ്ക് ആക്കറും ഇത് ബാഗ്. പുറകിൽ കാണുന്ന ഹോട്ടലുണ്ടാ, അവിടെ പാർട്ടി ഇറക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളും എല്ലാ ദിവസവും പരിപാടി ഉണ്ട്. ഇപ്പൊ സീസണും കൂടെ അതിന്റെ പേരിൽ ഫുൾ പരിപാടിയാണ്. നല്ല രസമുണ്ട്. അതായത് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മ ഹോട്ടലുകളൊന്നും കയറുന്നില്ല. നമ്മ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാനുള്ള ഭയങ്കര കാശാണ്. നമ്മപ്പ ഓൺലൈനിൽ ഓർഡർ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ നമ്മ എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വില കുറവിന് കിട്ടിയല്ല. അങ്ങനെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം. ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചിരിക്കാം. ഓക്കെ. പിന്നെ നമുക്ക് നേരെ റൂമിലോട്ട്. അങ്ങോട്ടേക്ക് ഫുള്ള് ഇട്ടാണ്ട് റൂം എത്താണ്ട് വെട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഹേ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ നമ്മൾ രാവിലെ പക്കത്തിൽ നിന്ന് എനിക്ക് പ്രഭാതകർത്തവങ്ങളൊക്കെ ചെയ്ത് കമ്പനി പൊളിച്ചാൻ പോകുന്നു. പൂൾ ഓപ്പണാണ് നമ്മുടെ പൂള്. കാണാനല്ലേട്ടാ നല്ല ആളുണ്ട്. എടാ അങ്ങോട്ടേക്ക് ആടും കുറവാടാ, ഇങ്ങോട്ടേക്ക് ആടും കൂടുതൽ.
അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് വിളിക്കാം. എനിക്ക് അറിയില്ല ഗൈസ്, അതാണ് പേടി. അതുകൊണ്ട് ഞാൻ അങ്ങാടിയാൻ പോകില്ല. എടാ അതിൻ്റെ എടാ വലിയ പിടിക്കാനെങ്കിൽ നമുക്ക് റൂമിൽ വറക്കാം. നാളെ പിടിച്ച് ഇങ്ങനെ ഇറങ്ങുന്നത് പോണേടാ കാലത്തുള്ള ഫ്രാങ്കേ തലതിരിക്കാണ്, അതിന് ചത്തൊന്നും പോവില്ല. അപ്പൊ നമ്മ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി എനിക്ക് നീന്താൻ അറിഞ്ഞിട്ട് ചാടി കളിക്കും. അങ്ങോട്ടേക്ക് ഭയങ്കര ആവണ്ടോ, ഞാൻ പോയി ടെൻഷനായി പോയി. അതങ്ങനെയാണ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പൂളിലെ ലീലാവിലാസങ്ങൾ കഴിഞ്ഞ് റൂമിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ മാറി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകാൻ വേണം. വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് യു സർപ്രൈസ്, നമ്മൾ ഇന്നലെ മേടിച്ച ഡ്രസ്സ് ഹിയർ. ഈ ഡ്രസ്സാണ് ഞാൻ എന്നിട്ട് ഗോവയൊക്കെ ഇറങ്ങാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ലീവ് ഗോവ വിത്ത് ദിസ്. ഇംഗ്ലീഷ് വേണ്ട, നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് ഗോവ മൊത്തം അടിച്ച് പൊളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഓഹോ ഗായ്സ്, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ നോക്കി. ഓ ഗായ്സ്, അപ്പോൾ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി റൂം വെക്കേറ്റ് ചെയ്യണം. ഇവിടെ നേരെ ഇനി അടുത്തടുത്ത സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോകാൻ പോയാണ്. അപ്പം ഇനി ഇവിടെ ഇറങ്ങി കാണാൻ പോകെ. ബൈ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എത്തി. ഇനി വണ്ടി എടുത്ത് പോയാണ്. അവർ വണ്ടി കയറി. അവരുടെ പുറകെ ഞാനും പോയി. സ്ഥലം അറിയാൻ പാടില്ല, അവിടെ ഗൂഗിൾ മാപ്പ്. അപ്പോൾ അവരുടെ പുറകെ നമ്മൾ പോകും. ഇനി ഹോട്ടലിൽ ചെല്ലണം, ഫുഡ് കഴിക്കാം. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു ടർഫ് ഉണ്ട് കേട്ടോ. നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. കാണിച്ചു തരാം. കണ്ട ഗൈസ്, നമ്മൾ റോഡിനോട് ചേർന്നാണ്. റോഡിൻ്റെ അപ്പുറത്തൊരു ടർഫ്. നല്ല സ്ഥലം ഗൈസ്. ഫോട്ടോ വീഡിയോ അവൻ പൂരി മേടിച്ചിട്ടുണ്ട്. തന്നെ ഏറുതങ്ങൾ ഞങ്ങൾ മേടിച്ചേക്കണം മസാല ദോശ. എന്താ മസാല ദോശ എടുക്കാം. മസാല ദോശ എൻ്റെ അമ്മ ഇങ്ങനെ എടുത്തിട്ട് മറ്റു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് എവിടെയാണ് ചപ്പറ ഫോർട്ടിലോട്ട് വേണം നമ്മൾ പോകാൻ പോകണം. കഴിച്ച് നമ്മൾ ചപ്പാറ ഫോർട്ടിന് പകരം നേരെ പോകുന്നത് 500 വർഷത്തെടുത്ത് പഴക്കമോ സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ വിശുദ്ധ തിരുശരീരം 10 വർഷത്തിൽ ഒരിക്കൽ പൊതുദർശനത്തിന് വെക്കുന്നതാണെന്നറിഞ്ഞ് നേരെ ഓൾഡ് ഗോവയിലെ ആ ചർച്ചിലേക്കാണ്. ഗോവയിലെ അവസാന ദിവസവും ചർച്ചിന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.